Hey guys, welcome to another video. ഞാൻ ലാസ്റ്റ് ഒരു ബ്രെഡ് പിസ്സ പാൻ പിസ്സ ചെയ്തതിന് ശേഷം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധാ ഒരു പിസ്സ റെസിപ്പി ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു പിസ്സ റെസിപ്പിയാണ്, പക്ഷേ ഇതൊരു കുറച്ച് ട്വിസ്റ്റഡ് പിസ്സയാണ്, ബൺ പിസ്സ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഞാൻ പാനിലും അവനിലും രണ്ടിലും ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. കീപ് വാച്ചിങ് ഗൈസ്. ആദ്യം പിസ്സയ്ക്ക് വേണ്ട ഡോ ഉണ്ടാക്കുക. ഞാനിവിടെ 2 കപ്പ് മൈദേൻ്റെ ഡോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തേ 1/4 ടീസ്പൂൺ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. പിസ്സ ആയതുകൊണ്ട് ഒലിവ് ഓയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക പിസ്സക്ക്, അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചേ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. പിസ്സക്ക് ഏറ്റവും സോഫ്റ്റ് ഡോ ആണ് പിസ്സക്ക് വേണ്ടത്, എന്നാലേ പിസ്സ ബേസും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂ. ഇനി ഈ മാവിന് ഒരു 3 മണിക്കൂർ, മിനിമം 3 മണിക്കൂർ നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ മാവ് ആയി കിട്ടുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇവിടെ ഞാൻ പനീറിൻ്റെ പിസ്സയാണ് ചെയ്യുന്നത്. അപ്പോൾ പനീർ ക്യൂബ്സ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് റെഡ് ചില്ലി പൗഡറും ഉപ്പും ഇട്ടിട്ട് പനീർ ക്യൂബ്സ് ഞാൻ മാരിനേറ്റ് ചെയ്ത് അവിടെ സൈഡിൽ വെച്ചു. ഇനി ആക്കുന്നത് പിസ്സ സോസാണ്. ഞാനിവിടെ പിസ്സ സോസ് ആക്കിയിട്ടാണ് പിസ്സയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ചെറുതായിട്ട് മുറിച്ച് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇതൊരു 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതുണ്ടാവും. വെളുത്തുള്ളി ആഡ് ചെയ്ത് അതിൻ്റെ കുറച്ച് കളറൊന്ന് കുറച്ച് റെഡിഷ് ആകുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഒരു വലിയ സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഒരു വലിയ സൈസിലുള്ള തക്കാളിയും ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്. അങ്ങനെ മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഉള്ളിയും തക്കാളിയും മുളകെല്ലാം കൂടി ഒരു ഗ്രേവി പോലെ ആവുന്ന നല്ല സോഫ്റ്റ് ഗ്രേവി ആവുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം. ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഒരു മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാതെ പിന്നെ വേണ്ടത്. ഗ്രേവിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ ഇതൊരു മിക്സർ ഗ്രൈൻഡറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്താൽ പിസ്സ സോസും റെഡിയായി. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ വെച്ചതിന് ശേഷം മാവും ഡബിൾ സൈസിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസായി ഉരുട്ടിയെടുത്തിട്ട് ട്രേയിൽ വെക്കാമെന്ന് ചെയ്യുന്നത്. ട്രേയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്ത് വെക്കാം. ഒരു ചപ്പാത്തി സൈസിലുള്ള ബോൾ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഞാനിതിങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഈ ബോൾ വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. ഏകദേശം കുറച്ചും കൂടി വലിയ സൈസിലുള്ള ബോളായി വരും. അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി സൈസിലുള്ള ബോളായിട്ട് ഉരുട്ടി എടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ബോൾസ് ആക്കിയതിന് ശേഷം ഒരു 1.5 മണിക്കൂറും കൂടി ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിനി. ഇനി പനീർ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഈ പനീർ ക്യൂബ്സ് എല്ലാം ഒലിവ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം.
പനീറിന് അധികം കുക്കിംഗ് ടൈമൊന്നും ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓയിലിൽ എല്ലാ സൈഡിലും ഒന്ന് ഫ്രൈ ആയി എടുക്കുന്ന ടൈം മാത്രമേ വേണ്ടൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ച ബോളെല്ലാം ഒന്നും കൂടി വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം പാനിലാക്കുന്ന പിസ്സേൻ്റെത് കാണിക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിൽ ആദ്യം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ പാനിലാണ് പിസ്സ ആക്കുന്നെങ്കിൽ ബോൾ ഉരുട്ടി വെക്കുന്നതും പാനിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ പൊങ്ങി വന്നോളും. ഇതിപ്പോൾ എനിക്ക് ട്രേന്ന് എടുത്ത് പാനിൽ വെക്കേണ്ട ഒരു പ്രശ്നം വന്ന്, അതുകൊണ്ട് അതിൻ്റെ സൈസൊന്ന് ഷേപ്പ് ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് വിട്ടുപോയി തന്നെ, പാനിൽ തന്നെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കറക്റ്റ് സൈസിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുക. പക്ഷേ കുഴപ്പമില്ല, ഇതിങ്ങനെ കാണിച്ചു തരാൻ വന്നിട്ട് ഓവനിൽ വെക്കുന്നത് ഞാൻ കറക്റ്റ് കാണിച്ചു തന്നാലും മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പൊങ്ങി വന്ന ബോളിന് മേലെ ഒരു പാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബൗൾ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നടുക്കൊരു ഒരു സ്പേസ് ആക്കി കൊടുക്കാൻ വേണ്ടത്. ഇനി ഇതിനെ മാത്രം ആദ്യം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. മസാലയിൽ ഇടുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അതുപോലെ സെൻട്രലായിട്ട് ഒരു ഫോർക്കിനെ കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയും വേണം, അപ്പോൾ പെട്ടെന്ന് കുക്കാവും. അതുപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് ക്ലോസ് ആകുന്ന ഒരു അടപ്പും കൂടി ചൂസ് ചെയ്യണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ബോൾസ്, ഓവനിൽ വെക്കുന്ന ബോൾസ് എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അവിടെ ഒരു സ്ഥലമാക്കി കൊടുക്കാം. അവിടെയാണ് നമ്മളിനി മസാല ഇടാൻ പോകുന്നത്. സൈഡിലാണ് ബണ്ണ് പോലെ ചെയ്യാൻ പോകുന്നത്, ഈ സൈഡിലുള്ള പോർഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പിസ്സ ബണ്ണ് പറയുന്നത്. കാരണം ഇത് സെൻറ്ററിലെ പോർഷൻ പിസ്സ ഫോമിലും എന്നാൽ ഇതിൻ്റെ ബോർഡറെല്ലാം ബണ്ണ് പോലെയാണ് നമുക്ക് കാണുമ്പോഴും തിന്നുമ്പോഴും തോന്നാം. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് പിസ്സ സോസ് ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ച ഉള്ളി, ക്യാപ്സിക്കം ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ പനീർ ക്യൂബ്സ് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്, റഫായിട്ട് കത്തിനെ കൊണ്ട് ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തതിന് ശേഷം പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഓറിഗാനോ, കുറച്ച് ഒലിവ് ഓയിൽ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിസ്സയ്ക്ക് വേണ്ട കാര്യങ്ങളിൽ കഴിഞ്ഞു. ഇനി സൈഡിലെ ബൺ പോർഷൻ ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മുട്ട അടിച്ചിട്ട് അതിൻ്റെ സൈഡിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്രഷ് ചെയ്ത് മുട്ടേൻ്റെ മേലെയായിട്ട് വെളുത്ത എള്ളിട്ട് കൊടുക്കണം. അപ്പോൾ അവനിൽ വെക്കേണ്ട പിസ്സാസ് എല്ലാം ഏകദേശം ഒന്ന് സെറ്റായി. ഇനി ഞാൻ പാനിൽ ഓൾറെഡി ഒരു പിസ്സ എടുത്ത് വെച്ചിട്ടുണ്ടായിനി, ആ പിസ്സയിൽ മസാല ഇടുന്നതും കൂടി കാണിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഏകദേശം ഈ പിസ്സ ബേസ് ഏകദേശം ഒന്ന് കുക്കായി. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനെ ബാക്കി ചെയ്തേ. അതിൻ്റെ സെൻറ്ററിലായിട്ട് പിസ്സ സോസ്, ഉള്ളി, ക്യാപ്സിക്കം, പനീർ, ഒലിവ് ഓയിൽ, പിന്നെ സീസണിങ്ങിന് റെഡ് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ. അപ്പോൾ ഞാൻ ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടി ആഡ് ചെയ്യണം. കാരണം ഇത് ലാസ്റ്റ് തിന്നുമ്പോൾ അതിൻ്റെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് മിസ്സിങ് തോന്നിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് മോസറല്ല ചീസും കൂടെ അതിന് മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി പിസ്സകളെല്ലാം ചെയ്ത പോലെ തന്നെ സൈഡിലേക്ക് വാഷ് കൊടുക്കുക, വെളുത്ത എള്ളിട്ട് കൊടുക്കുക. ഇനി ഇതിന് നല്ലൊരു അടപ്പുണ്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, ശരിക്കും ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ, ഏകദേശം അരമണിക്കൂർ 35 മിനിറ്റ് വരെ ചിലപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും.
അങ്ങനെ അരമണിക്കൂർ ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇത് ബാക്കി പിസ്സ ഓവനിലും വെക്കാം. ഇത് ഞാൻ ഈ ഓവനിൽ വെക്കുന്ന പിസ്സ ഞാൻ ഫസ്റ്റിൽ തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കലില്ല. അപ്പം ചീസ് പെട്ടെന്ന് ഇങ്ങനെ കുക്കായി കളർ മാറുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഫസ്റ്റിൽ ഇട്ട് കൊടുക്കുന്നില്ല. ഏകദേശം കുക്കായി ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലാണ് വെച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ഓവനിൻ്റെ ഫങ്ഷണൽ ബട്ടൺസ് എല്ലാം. ഇതാണ് ആദ്യം തന്നെ ഹീറ്റ് ഉള്ളത് ഡിഗ്രി, അത് ഞാൻ 180 ഡിഗ്രിയിലാണ് വെച്ചത്. പിന്നെ ഇത് ഫങ്ഷന് ഏത് സൈഡിലാണ് ഗ്രില്ലിൻ്റെ ചൂട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് മേലെയും താഴെയും ഒരേപോലെ ചൂടാകുന്നതാണ് ഗ്രില്ല് വെക്കുന്നത്. പിന്നെ അത് ടൈമർ ഞാൻ 20 മിനിറ്റാണ് വെച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഓവൻ്റെ ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് കുക്കായതിന് ശേഷം ഞാൻ പിസ്സ പുറത്തെടുത്തു. ഇനി പിസ്സയിലെല്ലാം കുറച്ച് മോസറല്ല ചീസ് ഇട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. പിസ്സ ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചീസ് മെൽട്ടായി ഒന്നുകൂടി ഒന്ന് കളർ മാറുന്നവരെ കുക്ക് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിസ്സ കളർ മാറി കുക്കായി റെഡിയായി. അപ്പം നല്ല യമ്മി പിസ്സ ബൺസ് റെഡിയായി. ഇനി നമ്മൾ പാനിൽ വെച്ച പിസ്സൻ്റെ നോക്കാം. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ലിഡൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ പാനിൽ വെച്ച പിസ്സയും കുക്കായി റെഡിയായി. ഇത് ഏകദേശം അരമണിക്കൂർ 35 മിനിറ്റ് വരെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡിയായി. അപ്പോൾ ഇത് മറ്റേ പിസ്സ വെച്ച് നോക്കുമ്പം കുക്കിങ്ങിനും ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ലോണം കുക്കായിന് ടേസ്റ്റ് എല്ലാം അത് സെയിം തന്നെയാണ്. പക്ഷേ കളറ് മറ്റേ പിസ്സ ഓവനിലെ പിസ്സ പോലെ റെഡിഷ് കളറ് മേലത്തെ ബണ്ണിൻ്റെ സൈഡിൽ വരില്ല എന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. പെർഫെക്റ്റായിട്ട് കുക്കാവെല്ലാം ചെയ്തിനെ. അപ്പോൾ നമ്മളെന്തായാലും സ്റ്റവിലാക്കുമ്പോൾ അവനിലാക്കുന്ന പോലെ മേലെയും താഴെയും ഹീറ്റും ഒന്നും കൊടുത്തിട്ടല്ല ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കളറിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് രണ്ടും ഒരേപോലെ ടേസ്റ്റിയാണ്, ഒരേപോലെ കുക്കായിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.